എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീർ അലി. എൻ്റെ നാടായ മാളയിലാണ്, ഇതാ നമ്മുടെ വീട്ടിലാണ്. കഴിഞ്ഞൊരു വീഡിയോന് എൻ്റെ പ്രേക്ഷകർ തന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാ വീഡിയോനും നന്ദി പറയുന്ന പോലെയല്ല, കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമിച്ച സമയങ്ങളിൽ ഒന്നാണത്. കാരണം നമ്മുടെ ആകെ ഉണ്ടായിരുന്ന വരുമാന മാർഗം, അതായത് ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ട് ജയിലിലായും അവിടെ നിന്ന് ഒന്നുമില്ലാതെ, ഒരു രൂപ പോലും കയ്യിലില്ലാതെ നമ്മൾ തിരിച്ച് നാട്ടിലിറങ്ങുന്നു. ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യും, ആത്മഹത്യ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നുള്ള കണക്കൂട്ടലിൽ തിരിച്ചിറങ്ങി വീട് വരെ എത്തിയ കഥയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അതിനുശേഷം നിരന്തരമായിട്ടുള്ള ചോദ്യമായിരുന്നു, ഗൾഫിൽ എനിക്ക് പണി തന്ന, എന്നെ ചതിച്ച് എന്നെ ജയിലിലാക്കി കമ്പനിയുടെ പേര്, ആൾക്കാരുടെ പേരൊക്കെ പറയണമെന്ന്. തീർച്ചയായിട്ടും ഞാൻ പലരും പറഞ്ഞു നിങ്ങൾ ഭീരുവായതിൻ്റെ പേരിലാണ് പറയാത്തതെന്നൊക്കെ. തീർച്ചയായിട്ടും ഭീരുവായതിൻ്റെ പേരിലല്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരാൾക്ക് ക്ഷമിച്ചാൽ, നമ്മളൊരാളോട് ക്ഷമിച്ചാൽ ദൈവം നമ്മളോടും ക്ഷമിക്കുമെന്നാണത്. വെറുതെ തത്വം പറഞ്ഞതല്ല. എന്നാൽ അത് 100% ശരിയുമല്ല. കാരണം ആ സമയങ്ങളിലെല്ലാം തന്നെ നമ്മളോട് ചെയ്തവരെ കൊന്നാലും തീരാത്തത്രയും പകയും ദേഷ്യവും വാശിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ജീവിതം അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന സാഹചര്യത്തിലും നമ്മുടെ ഒരേ ഒരു വരുമാന മാർഗം അത് അടച്ചത്, നമുക്ക് തരാനുള്ള പൈസ അത് തന്നില്ലെങ്കിലും നമ്മളെ ഈ ഒരു വഴി ചെയ്യണ്ടായിരുന്നു. നമ്മുടെ ജയിലിലിട്ട് നമ്മളെ കയറ്റി വിടണ്ടായിരുന്നു. നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുമായിരുന്നു. അതിനാൽ തന്നെ തീരാത്ത പകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിലെല്ലാം എൻ്റെ ഉമ്മിച്ചി പറയുമായിരുന്നു, ഉമ്മിച്ചി വാപ്പിച്ചൊക്കെ കൂടെയുള്ള സമയം ഉമ്മിച്ചി എപ്പോഴും പറയുമായിരുന്നു, മോനെ ഒരു വാതിലടയുമ്പോൾ, നിന്റെ മുമ്പിൽ ഒരു വാതിലടയുമ്പോൾ 9 വാതിലുകൾ തുറക്കപ്പെടുമെന്നുള്ള എപ്പോഴും പറയുന്നൊരു ചൊല്ലാണത്. അപ്പോൾ അത് തീർത്തും എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. ഒരുപാട് പക്ഷികളുടെ ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണോട്ടത്. വീടിൻ്റെ മുകളിൽ, നമ്മൾ വീടിൻ്റെ കാഴ്ചകൾ കണ്ടപ്പോൾ മുകളിൽ നമ്മൾ പുസ്തകം വായിക്കാനൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ചെറിയൊരു ഗാർഡൻ പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അമ്മച്ചി പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നമ്മളായിട്ട് ചോദിക്കരുത്, നമ്മളോട് ചെയ്തതിന് ദൈവം ചോദിക്കും, പടച്ചവൻ ചോദിച്ചോളൂ അവനോട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ ഒരുപാട് വളർച്ചയില്ലാണ്ട് ആ പ്രേക്ഷകർ കേൾക്കാനായിട്ട് ഒരുപാട് കമൻറ്റ്സ് ചെയ്ത് കേൾക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളിലൂടെ ഞാൻ അതിൻ്റെ ബാക്കി ഭാഗം കൂടി ഞാൻ പറഞ്ഞു പോകാം. അതായത് എന്നോട് ഈ ചതി ചെയ്തത് ഒരു സ്ത്രീ ആയിരുന്നു. ഒരു സ്ത്രീയും ഒരു പുരുഷനും ചേർന്നിട്ടുള്ള കമ്പനിയുടെ ബന്ധുക്കളായിരുന്നു അത്. കമ്പനിയുടെ പേര് ഷാർജയിലുള്ള അൽമനാമ മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. വ്യക്തികളുടെ പേര് ഞാൻ പറയുന്നില്ല. അതുപോലെ ഈ പറയുമ്പോൾ അൽമനാമ മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട അവരറിയുന്നവർ ദയവ് ചെയ്ത് ആ വ്യക്തികളുടെ പേരൊന്നും കമൻറ്റ് സെക്ഷനിൽ കൊണ്ടിടരുത്. അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് നമ്പറോ മറ്റൊക്കെ അറിയുന്നവർ ഷെയർ ചെയ്യരുത്. എൻ്റെ ഒരു റിക്വസ്റ്റാണത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു അനുഭവത്തോടു കൂടിയിട്ട് നമ്മളത് എന്താ പറയുക, ആ സീൻ വിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദൈവം അവരോട് ചോദിച്ചു. തീർത്തും എന്നോട് ചെയ്ത ആ വ്യക്തിയുടെ പതനം എൻ്റെ മുമ്പിൽ എനിക്ക് കാണാൻ പറ്റി. അദ്ദേഹം ചെയ്ത ആ കമ്പനി, അൽമനാമ മറൈൻ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി ഇന്നിപ്പോൾ ഷാർജയിലില്ല. ആ കമ്പനി പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ അവർ നാട്ടിൽ വന്ന് ചെയ്ത പല ബിസിനസ്സുകളും പൊളിഞ്ഞു പാളീസായി. എന്നെ നേരിട്ട് ദ്രോഹിച്ചവൻ എൻ്റെ മുമ്പിൽ ഒന്നുമില്ലാത്തവനായി നടക്കുന്നത് എനിക്ക് കാണാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. അതിനാൽ തന്നെ ഞാൻ ആ കേസ് വിട്ടതാണ്. എനിക്ക് വേണ്ടിയിട്ട് ഇത് കണ്ട് മനസ്സ് വേദനിച്ച് എന്നോട് ഐക്യദാർഢ്യം കാണിച്ച എൻ്റെ എല്ലാ പ്രേക്ഷകരും നിങ്ങൾ ക്ഷമിക്കണം അവരോട്. കാരണം നിങ്ങളുടെ മനസ്സിലും ഒരു വിദ്വേഷങ്ങൾ പാടില്ല. ഒരു വാതിലടയുമ്പോൾ 9 വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ മുമ്പിൽ 9 ഒന്നുമല്ല, അതിനേക്കാളും കൂടുതൽ വാതിലുകൾ. നിങ്ങളുടെ ഈ സ്നേഹം പോലും വെറും വാക്കല്ല, ഈ സ്നേഹം പോലും അതിന് ഉദാഹരണമാണ്. കാരണം നിങ്ങൾ ആ വീഡിയോ കണ്ടതാണെങ്കിൽ അറിയാം, ജയിലിൽ നിന്ന് എന്നെ കൊണ്ടുവന്ന് ഇന്ത്യൻ എയർലൈൻസിൽ കയറ്റി വിടുമ്പോൾ ആ ഫ്ലൈറ്റിലേക്ക് ഞാൻ നടന്നു കയറുമ്പോൾ ഒരു കുറ്റവാളിയെ പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വളരെ മോശമായിട്ടൊരാൾ, ഒരു നമ്മളൊക്കെ പണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലൊക്കെ നമ്മൾ ബസ് കയറാനൊക്കെ ബസ് സ്റ്റാൻഡിൽ പോകുമ്പോൾ അതിനകത്ത് ഭിക്ഷ യാചിക്കാനായിട്ട് വരുന്ന പല സഹോദരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ. അതുപോലെ ഒരു കണ്ണിലൂടെ നോക്കിയിരുന്ന യാത്രക്കാരുടെ ഇടയിലേക്ക് നടന്ന് ഞാൻ പോയി എൻ്റെ സീറ്റിലിരുന്ന് കാരണം മുടി ചെയ്തിട്ടില്ല, താടി വളർന്ന് ചുക്കി ചുളിഞ്ഞ ഡ്രസ്സുമായിട്ടാണ് വിമാനത്തിലാണ്. അപ്പോൾ നോർമലി ശ്രദ്ധിക്കും. അന്ന് നാണം കെട്ട്, അന്ന് നിരാശനായിട്ടുള്ള ഞാൻ ഇന്ന് ഒരു വിമാനത്തിലേക്ക് കയറുമ്പോൾ ഒരു 8-10 പേരെങ്കിലും നമ്മൾ അറിയുന്നവരുണ്ടായിരിക്കും. ഇങ്ങോട്ടാണ് യാത്ര, പുതിയ വ്ളോഗിന് വേണ്ടിയിട്ടാണോ, നമ്മുടെ കൈ പിടിക്കാനും നമ്മളോട് സുഖവിവരം തിരക്കാനും നമ്മളോട് ചേർന്ന് നിന്നൊരു സെൽഫി എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ കാണുമ്പോൾ ദൈവം എൻ്റെ മുമ്പിൽ തന്നതാണത്. നമ്മളെ എങ്ങനെ നമ്മുടെ അഭിമാനം ഭൂമിയിൽ താഴ്ത്തപ്പെട്ടോ അത് പൂർവാധികം തിരിച്ച് ദൈവം തന്നെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്ന കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞതാണത്. അപ്പം അതിൻ്റെ പേരിൽ നിങ്ങളെല്ലാം നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ളവരോട് നിങ്ങളായിട്ട് പ്രതികാരത്തിന് നിൽക്കരുത്. അതൊക്കെ ദൈവം ചോദിക്കും.
എൻ്റെ അനുഭവം ചുരുക്കി പറഞ്ഞാൽ, ഞാൻ വന്നതിന് ശേഷവും ഇവരെന്നെ വേട്ടയാടൽ വിട്ടിരുന്നില്ല. വീട് കയറി മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പോലീസ് ഇവിടെ വരികയും നമ്മളെ അന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, വളരെ മോശമായിട്ട് വീട്ടുകാരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ദൈവം അനുഗ്രഹിച്ച് അതൊക്കെ നമ്മൾ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും അന്ന് ആ മോശമായിട്ട് ഇത് സംസാരിച്ചവരെ സ്ഥലം മാറ്റപ്പെടുകയും നമ്മളുടെ മുമ്പിൽ ദൈവം മറ്റൊരുപാട് തൊഴിൽ സാഹചര്യങ്ങൾ നമ്മളെ പടിപടിയായിട്ട് ഉയർത്താനായിട്ട് നമുക്ക് തരികയും നമ്മൾ അതുവഴി പിടിച്ചു കയറുകയും ചെയ്തു. അന്ന് എൻ്റെ സങ്കടത്തിൽ ചേരാനായിട്ട് എൻ്റെ വീട്ടുകാരല്ലാതെ വേറെ ആരുമില്ലാത്ത ആ ഒരാളുടെ മുമ്പിൽ ഇന്ന് എത്ര ആയിരം ആളുകളാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സുകൊണ്ട് എന്നോടുള്ളൊരു ഇഷ്ടം കാണിക്കുന്നത്. തീർത്തും ഞാൻ അതിനകത്ത് വീണ്ടും 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 എൻ്റെ വാക്കുകൾ ഞാൻ നന്ദി പറയണം. പിന്നെ ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ, പിന്നെ എങ്ങനെ റോയൽ സ്കൈ വരെയും എത്തി എന്നുള്ള ക്വസ്റ്റ്യനാണ് ഇനിയുള്ളത്. ഒരുപാട് പേരുടെ വാക്കുകളിൽ എൻ്റെ കഥയും എൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങളെ ഇൻസ്പയർ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രചോദനമാവുന്നുണ്ട് എന്നറിയുന്നതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ വീണ്ടും ഇത്തരം വീഡിയോസ് തയ്യാറാക്കുന്നതിൻ്റെ. ഇല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതും ഇതിന് മുമ്പെയുള്ള യാത്രയിലൊക്കെ ഞാൻ എടുത്ത ഒരുപാട് വീഡിയോസ് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഞാൻ യാത്ര ചെയ്ത മലേഷ്യ ലങ്കാവി കുടുംബത്തിനോടൊപ്പമുള്ള യാത്രകളൊക്കെ കയ്യിലുണ്ട്. ഞാനത് ഇടാൻ തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് പ്രേക്ഷകർ ബാക്കി പറയുക അല്ലെങ്കിൽ ഇന്ന ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ റോയൽ സ്കൈ വരെ എത്തി എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്, നിങ്ങൾ റോയൽ സ്കൈയിൽ എത്തി, നിങ്ങൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ ആ വിജയിക്കാൻ വേണ്ടി എടുത്ത ഒരു ടൈം എന്ന് പറയുന്നത് വളരെ വലിയ ടൈമാണ് സുഹൃത്തുക്കളെ. വർഷങ്ങൾ നീണ്ട അധ്വാനമാണത്. പിന്നെ വിജയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളിത് കേൾക്കുന്ന ഓരോരുത്തരും വിജയിച്ചവരെല്ലാം തന്നെ ധാരാളം ബാങ്ക് ബാലൻസും ഒരുപാട് വാഹനങ്ങളും ഒരുപാട് ജോലിക്കാരും ഒക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, TV കാണുന്നു, കുറച്ചു നേരം വിശ്രമിക്കുന്നു, വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. നല്ല നിലയിലാണ് എന്ന് നിങ്ങൾ കരുതുന്നവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓരോരുത്തരും. കാരണം ഞാനിപ്പോൾ എൻ്റെ ചെറിയ ഉദാഹരണം തന്നെ എടുക്കാം. നിങ്ങൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് ലോകമെമ്പാടും വലിയ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ കൊറോണയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൂറിസം ഇൻഡസ്ട്രിയുടെ മുമ്പോട്ടുള്ള അവസ്ഥ എന്താണെന്ന് പോലും നമ്മൾക്കറിയില്ല. കാരണം എയർപോർട്ടുകൾ അടച്ചേക്കാണ്, പല രാജ്യങ്ങളിലും ഹോട്ടലുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാം അടഞ്ഞു കിടക്കുകയാണ്, യാത്രകളില്ല, കാര്യങ്ങളില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇത്രയധികം 10-16ഓളം സ്റ്റാഫുകളും വീടും എല്ലാമായിട്ട് മുന്നോട്ട് പോകുന്ന എൻ്റെ ആശങ്കകൾ എത്രമാത്രമാണെന്ന് നിങ്ങൾ ഊഹിക്കണം. ഞാൻ സാധാരണ ഒരു തൊഴിലാളിയായിരുന്നു, ഒരു സാലറി മേടിച്ചിരിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് ഇത്രയധികം ആശങ്കകൾ അടുത്ത തൊഴിലെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചുള്ള ഇനിയും ഇത്ര പേർക്ക് സാലറി, ആ സൗകര്യങ്ങൾ, നമ്മളെ പ്രതീക്ഷിച്ച് വരിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ട സൗകര്യങ്ങൾ, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം ഇനിയും നമ്മൾ ഒരുക്കേണ്ടതാണ്. അതായത് വിജയിച്ചു എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ, അതിൻ്റെ തലപ്പത്തുള്ളവർക്ക് എടുക്കുന്ന ടെൻഷനുകളും അവലാദികളും ഇതൊക്കെ വളരെ വലുതാണ്. പക്ഷേ ആ ടെൻഷനുകളൊക്കെ എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വിജയിച്ചു എന്ന് പറയുന്നത്. നമ്മളെല്ലാം ശാന്തമാവണമെങ്കിൽ നമ്മുടെ ശ്വാസം നിലയ്ക്കണം, എന്നാൽ മാത്രമാണ് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ തീരുള്ളൂ. ഒരു കാർ പോർച്ചിലാണ് ഏറ്റവും സേഫ്. ഒരു കേടോ തട്ടോ മുട്ടോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഫ്യൂവല് പോലും വേണ്ട. പക്ഷെ അതിൽ ഫ്യൂവൽ ഒഴിച്ച് നമ്മൾ ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ഉപകാരം നടക്കുന്നത്, അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, കംപ്ലൈൻറ്റുകൾ തുടങ്ങുന്നത്. അതുപോലെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിനുള്ള തെളിവാണ് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന അസുഖങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബിസിനസ്സിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ. ഇതിനൊക്കെ നല്ല രീതിയിൽ തരണം ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മൾക്ക് തീർത്തും ഓരോ വ്യക്തികൾക്കും പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊരു വരുമാനവുമില്ലാതെ നമ്മൾ നിൽക്കുമ്പോൾ ഇനി അടുത്തൊരു ജോലി എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. അതിനുവേണ്ടി നമ്മൾ വന്ന ഉടനെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്, ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ, സ്പെഷ്യലി ദുബായിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ശ്രമങ്ങൾ വളരെയധികം നടത്തി. ഒരുപാട് പേര് ആ സമയങ്ങളിൽ പറഞ്ഞു, ഓക്കെ നിങ്ങളുടെ ഈ ട്രാവൽ ബാൻ എടുത്ത് കളയാം, 10,000 ദിറംസ്, 5,000 ദിറംസ്, 3,000 ദിറംസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ചെറിയ രീതിയിൽ പൈസയൊക്കെ പറ്റുകയും അതൊന്നും സാധിപ്പിച്ച് തരിക മാത്രമല്ല നമ്മളെ നല്ല രീതിയിൽ തന്നെ പറ്റിക്കുകയും ചെയ്തിരുന്നു. അതും വിട്ടതിന് ശേഷം ഇനി ഗൾഫിലേക്ക് ഉള്ള പോക്ക് വേണ്ട, നമുക്ക് നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന സമയത്താണ് പല സുഹൃത്തുക്കളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ദുബൈയിലേക്ക് വേണ്ട, കമ്പനികളിലേക്ക് വേണ്ട കുറച്ചധികം വെൽഡേഴ്സിനെ, ഫാബ്രിക്കേറ്റേഴ്സിനൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞത് നാട്ടിൽ നിന്ന്. അങ്ങനെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ എൻ്റെ പല കോണ്ടാക്ട്സും ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ആളുകളെ എടുത്ത് ഗൾഫിലേക്ക് നല്ല നല്ല വർക്കേഴ്സിന്, സ്പെഷ്യലി വെൽഡേഴ്സിനും ഫാബ്രിക്കേറ്റേഴ്സിനും ഒക്കെ എടുത്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നോർമലി അവിടെയുള്ള ഗൾഫിലുള്ള പല കമ്പനികൾക്കും എൻ്റെ സഹായം ആവശ്യമായിട്ട് വന്നു. ഈ ട്രേഡുകളുള്ളവർക്ക് വർക്ക് അറിയുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്യൂട്ടിയായിട്ട് മാറി.
അതിന് ചെറിയ രീതിയിൽ പൈസ ഒക്കെ കിട്ടി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ റിക്രൂട്ട്മെൻറ്റ് ഫീൽഡിലേക്ക് വരുന്നത്. അങ്ങനെ ധാരാളം കമ്പനികൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ എറണാകുളത്തുള്ള ജോളി ജെമിനി മാൻ പവർ കൺസൾട്ടൻസി എന്ന സ്ഥാപനമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഒരവസരം വന്നു. അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള മിസ്റ്റർ ജെയിംസ് എബ്രഹാം വളരെ 1-2 വർക്കുകൾക്ക് ശേഷം വളരെ നല്ല സപ്പോർട്ടോടു കൂടി അദ്ദേഹത്തിൻ്റെ സ്വന്തം അനിയനെ പോലെ എന്നെ ചേർത്ത് നിർത്തി. ഞാൻ ഒരുപാട് വർഷങ്ങൾ അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലങ്കൈ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമായിട്ടുള്ള ലീഡിങ് പ്രൊജക്റ്റുകളെല്ലാം തന്നെ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്ന് എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഇതൊക്കെ പറയുമ്പോൾ വർഷങ്ങൾ കടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റിൽ എടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ ദുബായ് മെട്രോ, ഇപ്പോൾ ഇന്ന് കാണുന്ന ദുബായ് മെട്രോയിൽ 700-800-ലധികം ജോലിക്കാരെ ഞങ്ങൾക്ക് പല പല കമ്പനികളിലേക്ക് ഫുജിറ്റ കോർപ്പറേഷൻ, തൈസി കോർപ്പറേഷൻ, അങ്ങനെയുള്ള പല കമ്പനികൾക്ക്, അതുപോലെ ഡോങ്കിൽ എന്ന പേരിലുള്ള സൗത്ത് കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ, അങ്ങനെ ഒരുപാട് കമ്പനികളിലേക്ക് അവരുടെ പ്രൊജക്റ്റുകളിലേക്ക് നമുക്ക് ഒരുപാട് പേരെ നമുക്ക് വിടാൻ പറ്റി. അതുപോലെ ഓവറോൾ ഗൾഫ് കൺട്രീസിലെല്ലാം തന്നെ, ദുബായ് പോലെ തന്നെ സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും ധാരാളം ആളുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്ത് അയക്കാനും ഈ ജോളി ജെമിനി മാൻ പവറിനോടൊപ്പം ചേർന്ന് നിന്ന് പറ്റുകയും അതിനോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലും ഒരു 8-9ഓളം ഓഫീസുകളുടെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടുകയുണ്ടായിരുന്നു. അതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു സ്ഥാപനമാണ് ആലുവയിലുള്ള അരവിന്ദ് ഹ്യൂമൻ റിസോഴ്സസ്. അവിടുത്തെ മുഹമ്മദ് മക്കാർ സാറൊക്കെ നമ്മളോട് വളരെയധികം ഐക്യപ്പെടുകയും നമ്മളെ ചേർത്ത് നിർത്തി നമുക്ക് വേണ്ട ധാരാളം സപ്പോർട്ടുകളൊക്കെ ചെയ്തു തന്നിട്ടുള്ളവരാണ്. അതുപോലെ എറണാകുളത്ത് 8-9ഓളം ഓഫീസുകളുടെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. നമ്മുടെ നല്ല രീതിയിലുള്ള വർക്കിൻ്റെ ഭാഗമായിട്ട് പല കൺസൾട്ടൻസികളും അവരുടെ മേജർ പല പ്രൊജക്റ്റുകളും നമ്മളെ ഏൽപ്പിക്കുകയുണ്ടായി. അതൊക്കെ ദൈവാനുഗ്രഹത്താൽ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റി. അങ്ങനെ റിക്രൂട്ട്മെൻറ്റിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതം കരകയറ്റിയെടുത്തത്. ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗത്തും നടന്ന് റിക്രൂട്ട് ചെയ്യുമായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ ഏതൊക്കെ കോണുകളിൽ എന്തൊക്കെ വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന പ്രധാന എല്ലാ വർക്കുകളും UP, ബീഹാർ, കൽക്കട്ട സൈഡിൽ നിന്നുള്ള ഭായിമാരൊക്കെ വരുന്നത്. നമ്മളെല്ലാം ഈ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്ഥലങ്ങളിൽ പോയിട്ട്, ഇപ്പോൾ ബീഹാറൊക്കെ ആണെങ്കിൽ പാറ്റ്നയിൽ ചെന്നിറങ്ങി മണിക്കൂറുകളോളം 6-8 മണിക്കൂറുകളോളം വണ്ടികളിൽ യാത്ര ചെയ്ത് അവിടുത്തെ വില്ലേജുകളിലൊക്കെ പോയി ആൾക്കാർ എടുക്കുമായിരുന്നു. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. അതുപോലെ ഒറീസ, കൽക്കട്ട, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടായി. അതുവഴി ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം യാത്രകളെന്ന് വെച്ചാലും ഇന്ന് ഡൽഹി ആണെങ്കിൽ അടുത്ത ദിവസം ബോംബെ, കൽക്കട്ട, അതുപോലെ കൽക്കട്ട, ബോംബെ എന്നൊക്കെ പറയുമ്പോൾ ഈ സിറ്റികളുടെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്രകളും ഇന്ത്യയുടെ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ, അങ്ങനെയൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്ത് വേണ്ട ആൾക്കാരെ എടുത്ത് പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റേഷൻ. ഇന്ന് വരെ വിസ ഫീൽഡ് എന്ന് പറയുമ്പോൾ തട്ടിപ്പിൻ്റെ ഫീൽഡാണ്. ദൈവാനുഗ്രഹിച്ചിട്ട് വിസ സംബന്ധമായിട്ട് ഇന്ന് വരെ ഒരു പെറ്റി കേസ് ഇല്ലാതെ ഇത്ര വർഷങ്ങൾ ഈ ഫീൽഡിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അതുപോലെ ദൈവമുണ്ട് എന്ന് പറയുന്നതിന് വലിയ തെളിവാണ്. ഒരു കാലത്ത് ഗൾഫിലേക്ക് പോകാനായി എറണാകുളത്ത് ഒട്ടുമിക്ക ഓഫീസുകളിലും കയറി ഇറങ്ങി ഇൻ്റർവ്യൂവിന് നടന്ന ഞാൻ ഇന്ന് ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് ആൾക്കാരെ പുറത്തേക്ക് വിടുന്ന അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളത്. അതൊക്കെയാണ് തന്നെയാണ് ദൈവത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിനെ നമ്മൾ നേരിട്ട് കാണുക എന്നുള്ളത്. അവസരങ്ങൾ ഒരു കാലത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന അവസരങ്ങൾ നമ്മുടെ ഹാർഡ് വർക്കിലൂടെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കൈകളിലേക്ക് വരും. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പലരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ, ജോലി സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുന്നവർ, കുടുംബാദികളിൽ നിന്ന്, മറ്റ് സഹോദരങ്ങളിൽ നിന്ന്, സുഹൃത്ത് വലയങ്ങളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്നൊക്കെ പലതരത്തിലുള്ള മാനസിക വേദനകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യം, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ മേഖല ഏതാണെന്ന് കണ്ടെത്തി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മേഖല കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ജീവിക്കാനുള്ള വരുമാനം നല്ല രീതിയിൽ കിട്ടുന്ന, അതിനകത്ത് ഒരുപാട് അഭിമാനങ്ങളൊന്നും നിങ്ങൾ തേടിപ്പോകേണ്ടതില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ട് മുതൽ നമ്മൾ ലൈറ്റ് ബോയ് ആയിട്ടും, നമ്മൾ എന്താ പറയുക, റോട്ടിൽ കുഴി കുത്താൻ നടക്കാൻ മീൻസ് എനിക്ക് സൈൻ ബോർഡിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാലുകൾ കുഴിക്കാൻ കുഴി കുത്തുക മുതൽ വലിയ ബിൽഡിങ്ങുകളിൽ മുകളിലൊക്കെ പിടിച്ച് കയറി ബോർഡ് ഫിറ്റ് ചെയ്യുക മുതൽ ഇനി ചെയ്യാനായിട്ട് ജീവിതത്തിൽ ഒരു പണിയും ബാക്കിയില്ല എന്ന് വേണമെന്ന് പറയാം. അത്ര അധികം ഞാൻ എൻ്റെ മേഖലയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പെയിൻറ്ററായിട്ട്, വെൽഡറായിട്ട്, ഇലക്ട്രീഷ്യനായിട്ട്, പ്ലംബറായിട്ട്, സിമെൻറ്റ് ഫാക്ടറിയിൽ. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, ഒരു മടിയുമില്ലാതെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾക്കിത് ചെയ്യാനൊരു മടി ഉണ്ടായിരുന്നില്ല. കാരണം എന്തിനാണ് മടിക്കുന്നത്? നമ്മൾക്ക് നമ്മുടെ കുടുംബം കഴിയാനുള്ള പൈസ കിട്ടുമെങ്കിൽ നമുക്ക് ഈ വരുമാനം വലിയൊരു കാര്യമല്ലേ. പിന്നെ നമ്മൾ എന്തിനാണ് നാണിക്കുന്നത്? നമ്മളെ നോക്കി കളിയാക്കുന്ന, അയ്യേ ഇതാണ് ജോലി എന്ന് പറയുന്നവർ നമുക്ക് എന്തെങ്കിലും തരുമോ?
ഇല്ല. നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ ഈ പൈസ കൊണ്ട് ചെല്ലുമ്പോൾ, നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോൾ, അത് കഴിക്കുന്നവരുടെ മുഖങ്ങളും നിങ്ങൾ നോക്കൂ. അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുമ്പോൾ, ഒരു ഫീസ്, സ്കൂൾ ഫീസ് അടയ്ക്കുമ്പോൾ, അതുപോലെ ഓരോ കാര്യങ്ങളും അച്ഛനും അമ്മക്കൊക്കെ മരുന്ന് മേടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷങ്ങളൊക്കെ നിങ്ങൾ നോക്ക്. അവിടെ ഒന്നും ഈ ഒരു അഭിമാനം, ദുരഭിമാനം എന്നുള്ള ഒരു ഘടകമില്ല. നമ്മൾ നമ്മുടെ വീടിന് വേണ്ടിയിട്ട്, നമ്മളെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുക. നമുക്ക് വിജയം സുനിശ്ചിതമാണ്. പിന്നെ 1-2 വാക്കുകളിലൂടെ എനിക്ക് പറഞ്ഞെത്തിക്കാവുന്നതല്ല. എൻ്റെ ഇപ്പോൾ 10-20 മാക്സിമം 30 മിനിറ്റാണ് ഒരു വീഡിയോ. കാരണം അതിൽ കൂടുതൽ സമയം ആർക്കും സ്പെൻഡ് ചെയ്യാനല്ല ഒരു വീഡിയോൻ്റെ മുമ്പിൽ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട്, ധാരാളം സമയമുണ്ട് ലോക്ക്ഡൗൺ ടൈമിൽ. അപ്പോൾ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അത് ഒരു ഊർജം പകരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒരുപക്ഷെ പറയാൻ സാധിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എന്നെ വളർത്തി നിങ്ങളിന്ന് കാണുന്ന ട്രാവൽ വ്ളോഗർ അല്ലെങ്കിൽ റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ ഉടമ എന്ന നിലക്ക് എന്നെ എത്തിച്ചത് ആ ഒരു പൈസ എന്ന് പറയുന്നത് എനിക്കധികം റിക്രൂട്ട്മെൻറ്റിൽ നിന്ന് വന്നിരുന്നതാണ്. വളരെ ചുരുങ്ങിയ തുകയിലാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റുകളെല്ലാം തന്നെ ചെയ്തിരുന്നത്. നല്ല രീതിയിൽ ചെയ്യാനും ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കാനും ഒക്കെ സാധിച്ചു. ആ ഇടയ്ക്കാണ് നമ്മളെ സംബന്ധിച്ചോളം ഗൾഫിലെ പ്രൊജക്റ്റുകളെല്ലാം ക്യാൻസലാവുന്നു. പല ഗൾഫ് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് റിക്രൂട്ട്മെൻറ്റ് ഫീൽഡിലുള്ളവർക്ക് അറിയാൻ കഴിയും. ഉദാഹരണത്തിന് ഇപ്പോൾ ഖത്തറിലൊരു ഫുട്ബോൾ മാച്ച് വരാൻ പോകുന്നു, മീൻസ് വേൾഡ് കപ്പ് വരാൻ പോകുന്നു. അവിടെ സ്റ്റേഡിയം വേണമെങ്കിൽ ആ നടക്കുന്ന വർഷത്തിൽ ചെയ്താൽ പോരാ, വർഷങ്ങൾക്ക് മുമ്പേ അത് ചെയ്യേണ്ടതുണ്ട്. ഒരു മെട്രോ റെയിലാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ അതിൻ്റെ പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്യുകയും വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഡിസ്കസ് ചെയ്യുകയും പല ഗൾഫ് കൺട്രീസും പിന്നെ അത് മാറ്റി വെക്കുന്നതും കണ്ടപ്പോൾ വലിയൊരു അപകടം നമ്മൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. നമ്മൾക്ക് വർക്ക് തന്നിരുന്ന പല കമ്പനികളും, മേജർ കമ്പനികളെല്ലാം തന്നെ കൂട്ടിക്കെട്ടി പോകുന്നത് കണ്ടപ്പോൾ മനസ്സിൽ വന്ന ഒരു ആശയമാണ്, ഇത് മുന്നോട്ട് അധികം നാൾ പോകില്ല, വീണ്ടും പല പ്രശ്നങ്ങൾ. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ഇത് നോക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഈ ട്രാവൽ ഏജൻസി എന്നുള്ളത്, അതായത് ടൂറിസം മേഖല എങ്ങനെയുണ്ട് എന്ന് നോക്കാനായിട്ട്. അതിന് മുമ്പ് ഞാൻ കണ്ടെയ്നറിൻ്റെ മറ്റ് സംഭവങ്ങളൊക്കെയാണ്, അങ്ങനെ പല ബിസിനസ്സുകളൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ അതിനിടയിൽ ഒരു യാത്രയിൽ എനിക്ക് തായ്ലൻഡ് യാത്രയിൽ വളരെ മോശം ഒരു അനുഭവം, സുഹൃത്തുക്കളോടൊപ്പമുള്ളൊരു യാത്രയിൽ മോശം അനുഭവം എനിക്ക് ഉണ്ടാവുകയും പിന്നീട് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ആലോചിച്ചപ്പോൾ, കാരണം കൃത്യമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും കൃത്യമായിട്ടൊരു ഗൈഡൻസോ മറ്റൊന്നും കിട്ടുന്നില്ല. നാട്ടിലുള്ള ഏജൻസികൾ കാശ് മേടിക്കുന്നു, അങ്ങോട്ട് പറഞ്ഞയക്കുന്നു, പ്രോപ്പറായിട്ടൊരു ഫോളോ അപ്പ് പലതും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ട്, ചെറിയ രീതിയിലൊന്നല്ല വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയൊരാശയമാണ്, നല്ല രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ധാരാളം ആളുകൾക്കത് സഹായകരമാകും, അതൊരു നല്ലൊരു ബിസിനസ് മാർഗം എന്നുള്ള നിലക്ക്. അങ്ങനെയാണ് ആ ചിന്തകളാണ് നമ്മളെ റോയൽ സ്കൈ ഹോളിഡേയ്സ് എന്നുള്ള സ്ഥാപനം തുടങ്ങാനായിട്ട് നമ്മൾ പ്രേരിപ്പിച്ചത്. ആ നിലയിലേക്ക് നമ്മൾ മാറിയത്. അപ്പോൾ അങ്ങനെ പടിപടിയായിട്ടാണ് നമ്മൾ ഇതുവരെയും എത്തിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ, അതുപോലെ ഇപ്പോൾ എനിക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പലപ്പോഴും പല തിരിച്ചടികളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും വർക്കുകളില്ലാതെ ചെയ്തു വെച്ച പ്രൊജക്റ്റുകളൊക്കെ ക്യാൻസലായിട്ടും ആയിരക്കണക്കിന് പാസ്പോർട്ടുകളൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ഷനൊക്കെ ശേഷം കാത്തു നിന്നിട്ട് പ്രൊജക്റ്റുകളൊക്കെ ക്യാൻസലായി പോയിട്ട് വലിയ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ അന്നും നേരിട്ടിട്ടുണ്ട്. നമ്മൾക്ക് പൈസ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് അതിനേക്കാളും കൂടുതൽ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ അടുത്തത് ബെസ്റ്റാവും 1, 2, 3 കേസുകൾ തകരുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് പിന്മാറുന്നവരാവരുത്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും കൂടുതൽ താല്പര്യത്തോടു കൂടി, അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കി കാണുകയും അതിന് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് ഓടിച്ചിട്ടിട്ട് എല്ലാ മേഖലകളും തൊട്ട് തടവി ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. പ്രേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങളും അതുപോലെ മറ്റു അഭിപ്രായങ്ങളും കൂടുതൽ അറിയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തായാലും അടുത്തടുത്ത ദിവസങ്ങളിൽ വരാം. എനിക്ക് ക്യാമറ ഓണാക്കി വെച്ച് നോക്കിയ അനുഭവങ്ങൾ പങ്കുവെക്കണോണ്ട് യാതൊരു ഇതില്ല. പലപ്പോഴും പല വാക്കുകളും പലർക്കും പ്രചോദനമാവുന്നു എന്നറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ ജീവചരിത്രങ്ങളും അല്ലെങ്കിൽ ഞാൻ വന്ന വഴികളും എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിന് പ്രേക്ഷകർ തന്ന സപ്പോർട്ടിന് നന്ദി. ഹാരിസ് സമീർ അലി എന്നുള്ള യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പേജ് ലൈക്ക് ചെയ്യണം, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. ഇപ്പോൾ ടിക്ടോക്കിലും ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ, ഞാൻ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ബക്കറ്റ് ചിക്കൻ്റെ ഒരു മത്സരം നടക്കുന്നുണ്ട്. ധാരാളം സുഹൃത്തുക്കൾ വീഡിയോസ് ഇട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അടുത്തതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച ഞാനത് ഇടുന്നതായിരിക്കും.
അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.